വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നതായി പോലീസ്. ഏത് തരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് പരിശോധനയിൽ മാത്രമേ കൗമാര സംഘം പോലീസിന്റെ പിടിയിൽ. പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 7 പേരെയാണ് നോർത്ത് പോലീസ്. കലാശമാണ് ഈ കാണുന്നത്. ലഹരി മൂത്തപ്പോൾ കണ്ണിൽ കണ്ടതെല്ലാം അടിച്ചു തകർത്തു. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. നമ്മൾ ഇന്നത്തെ സമൂഹത്തെ എടുത്തു നോക്കിയാൽ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ലഹരി ഉപഭോഗം വർദ്ധിച്ചത് കാരണം അങ്ങേയറ്റം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇത് ആനുപാതികമായിട്ട് തന്നെ വർദ്ധിക്കുന്ന സംഗതിയാണ്. കാരണം ലഹരി ഉപയോഗിച്ച് ബോധമില്ലാതെ സ്വബോധം നഷ്ടപ്പെട്ട് എന്താണ് സ്വയം ചെയ്യുന്നത് എന്നറിയാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടാൻ, അത് കാരണം കൊലപാതകങ്ങൾ നടക്കുന്നു. അങ്ങേയറ്റം ഹീനമെന്ന് നമ്മൾ കരുതുന്ന പല രൂപത്തിലുള്ള പ്രവൃത്തികൾ അത് കാരണം നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഇത് വലിയൊരു സാമൂഹിക പ്രശ്നമായി അന്താരാഷ്ട്ര സമൂഹം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന പോലെ അങ്ങനെ മനുഷ്യ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെ അവലോകനം ചെയ്യുന്ന സംഘടനകൾ, സംവിധാനങ്ങൾ എല്ലാം ഇതിന്റെ സാമൂഹിക പ്രശ്നമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ സ്വന്തം കേരളത്തിലടക്കം നമ്മുടെ അടുത്തുള്ള ചുറ്റുപാടുകളിലടക്കം നമ്മൾ കാണുന്നതാണ് ലഹരി ഉപഭോഗം കാരണം ഓരോരുത്തർ ചെയ്തു കൂട്ടുന്ന നീചകൃത്യങ്ങൾ. സ്വന്തം പിതാവിനെ തല്ലിക്കൊല്ലുക, സ്വന്തം കുടുംബാംഗങ്ങളെ, അത് ഉമ്മയാകട്ടെ പെങ്ങളാകട്ടെ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഉപദ്രവിക്കുക, നാട്ടുകാരുടെ മുമ്പിൽ ഓരോ അപക്വമായ കാര്യങ്ങൾ ചെയ്തു. കാരണം സ്വബോധമില്ലാതെയാണ് ഇവർ ചെയ്യുന്നത്. ലഹരിയുടെ ആ ഒരു അതിനടിമപ്പെട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ആ സ്വബോധമില്ലാത്ത അവസ്ഥയിലാണ്. അപ്പൊ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ പല ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്ര നേതാക്കന്മാരാണെങ്കിലും സംഘടനകളാണെങ്കിലും ഇതിനുള്ള പ്രശ്ന പരിഹാരത്തിന് അവർ തലപകഞ്ഞ് ആലോചിക്കുന്നുണ്ട്, അതിന് പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വേണ്ടത്ര ഫലം ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. എന്നാൽ ചരിത്രത്തിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ, ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് പിന്നോട്ട് പോയാൽ, നമ്മൾ സാധാരണ മുന്നോട്ട് പോയാൽ പുരോഗമനം ഉണ്ടാകും എന്നാണ് പറയാറുള്ളത്. പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഈ ഒരു പ്രശ്നം കൂടിക്കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നേരെ മറിച്ച് ചരിത്രത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ പിന്നോട്ടേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ വിപ്ലവകരമായ ഒരു മാറ്റം നമുക്ക് കാണാം ഈ ലഹരി ഉപഭോഗമായിട്ട് ബന്ധപ്പെട്ട്. ആ വിഷയത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഇസ്ലാമിന്റെ ഒരു പരിപ്രേക്ഷ്യം, ഇസ്ലാം വളർന്നു, ഇസ്ലാം ഒരു രാഷ്ട്ര സംവിധാനമായി മദീനയിൽ മാറിയതിനു ശേഷമുള്ള ലഹരി ഉപഭോഗവുമായി ബന്ധപ്പെട്ടുള്ള പരിവർത്തനത്തിൽ അങ്ങേയറ്റത്തെ മാതൃകകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുഹ്സിന് പറഞ്ഞ പോലെ ലോകത്ത് പല കാലത്തും ലഹരി വിമോചനവുമായി ബന്ധപ്പെട്ട്, മദ്യവർജനവുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പല ഭരണാധികാരികളും അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പൂർണാർത്ഥത്തിൽ വിജയിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു സമൂഹത്തെ ഒരാൾ അവിടെ ലഹരി വിമോചനം സാധ്യമാക്കുന്നത്. എല്ലാ നിലക്കുമുള്ള ലഹരി വിമോചനം. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമായിരുന്നു. ഏതാനും വർഷങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് ആ പദ്ധതി വളരെ വിജയകരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ചത്. ആ സമൂഹം എങ്ങനെയായിരുന്നു? എല്ലാ നിലക്കുമുള്ള ലഹരികളിലും മുങ്ങിക്കുളിച്ചിരുന്ന ഒരു സമൂഹം. മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല എന്ന് കരുതിയിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിലാണ് സമ്പൂർണമായ മദ്യവർജനം, ലഹരി വിമോചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധ്യമാക്കിയത്. നമ്മൾ പുതിയ കാലത്ത് ലഹരിയുടെ വലിയ പ്രയാസങ്ങളെക്കുറിച്ച്, അതുണ്ടാക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിന്റെ പരിഹാരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും പ്രായോഗികമായ പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതിന് നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വിപ്ലവകരമായ ആ പദ്ധതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് സഹായകമാകുന്ന ഒരുപാട് ഇസ്ലാമിക നിർദ്ദേശങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പൊ ദാവ ബുക്സ് തന്നെ പുറപ്പെടുവിച്ചു. ഇപ്പൊ നമ്മൾ ദാവ ബുക്സിന്റെ ഒരു കേന്ദ്രത്തിലാണുള്ളത്. ദാവ ബുക്സ് പുറത്തിറക്കിയ 2 പുസ്തകങ്ങൾ, അതിലൊന്നാണ് മദ്യം പ്രശ്നമോ പരിഹാരമോ എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിലും ഈ ലഹരിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ഒരു രീതിശാസ്ത്രം ഒക്കെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. ഇതേപോലെ മറ്റൊന്നാണ് പുകവലി, ഇസ്ലാമിക വിധി. പലപ്പോഴും ലഹരിയുടെ ലിസ്റ്റിൽ പല ആളുകൾക്കും വെക്കാൻ പ്രയാസമുള്ള ഒരു സംഗതിയാണ് പുകവലി എന്നുള്ളത്. മാത്രമല്ല ഇപ്പൊ ലഹരി പദാർത്ഥങ്ങൾ തന്നെ പറയുമ്പോൾ അതിന്റെ അതിര് എവിടെയാണ്, ഏതൊക്കെയാണ് അതിന്റെ ഉള്ളിൽ ഉൾപ്പെടുക, ഏതൊക്കെയാണ് അതിന്റെ ഉള്ളിൽ ഉൾപ്പെടാത്തത് എന്ന വിഷയത്തിൽ ഭയങ്കര ചർച്ചകൾ കൊടുമ്പിരിക്കുള്ളതാണ്. അവിടെയും ഇസ്ലാമിന് കൃത്യമായ ഒരു മാർഗദർശനമുണ്ട്. ലഹരിക്ക് കൃത്യമായ ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം നൽകാൻ ഇസ്ലാമിന് സാധിക്കുന്നു. അതൊക്കെ നമുക്ക് ഈ പുസ്തകങ്ങൾ പ്രതീക്ഷിക്കാം.